ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. തട്ടിപ്പ് സംഘത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മലയാളികളുമുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് 25,000 രൂപയാണ്. തട്ടിപ്പ് പണം എത്തുന്നത് ഈ അക്കൗണ്ടുകളിലേക്കാണ്. കൊൽക്കത്ത, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മലയാളികളെ കേസിൽ പ്രതിയാക്കി ഉത്തരേന്ത്യൻ സംഘം രക്ഷപ്പെടുന്നതാണ് പ്രവർത്തന രീതി. കൊച്ചിയിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് വഴി 4 കോടി രൂപ തട്ടി സംഭവത്തിൽ പ്രതികൾ എടുത്തു നൽകിയത് 30 അക്കൗണ്ടുകളാണ്. കോഴിക്കോട് കൊടുവള്ളിയിലും സമീപ പ്രദേശത്തുമായാണ് കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളത്. സഹിൻ ആന്റണിയുടെ സഹിൻ, ഇങ്ങനെ തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പല വിധത്തിൽ പല രൂപത്തിൽ വ്യാപകമാവുകയാണ്. ഇതിൽ ഇരകളാക്കപ്പെടുന്നതിൽ കൂടുതലും ഈ പാവപ്പെട്ട, അതായത് ഇതുമായി വലിയ ധാരണയില്ലാത്ത മനുഷ്യരാണ് ഇതിൽ കൂടുതലും ഇരകളാകുന്നത് എന്നുള്ളതാണ് കഷ്ടവും. ഇതിനെ കടിഞ്ഞാണിടാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ നടക്കുന്നില്ല. സൈബർ സുരക്ഷാ വകുപ്പ് ഇതൊന്നും അറിയുന്നില്ലേ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സഹിൻ? സേതു, ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളാണ് ഇത്തരം അപകടങ്ങളിൽ അല്ലെങ്കിൽ ഈ കെണികളിൽ കൂടുതലായി പോയി വീണുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി അയാൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകിയാൽ 25,000 രൂപ വരെയാണ് ഇത്തരം തട്ടിപ്പ് സംഘം ഓഫർ ചെയ്തത്. അതായത് ഇങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ്, അതേപോലെ തന്നെ മറ്റ് മണി ചെയിൻ തട്ടിപ്പുകളിലെല്ലാം കൂടി ഇവർ ഈ അക്കൗണ്ടുകളിലേക്കായിരിക്കും പണം എത്തിക്കുന്നത്. 60 ലക്ഷം രൂപ 80 ലക്ഷം രൂപ വരെയൊക്കെ ഈ അക്കൗണ്ടുകളിലേക്ക് വരാറുണ്ട് ഇത്തരം തട്ടിപ്പ് പണം. ഈ വിദ്യാർത്ഥിക്ക് അയാൾ ഒരു അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിന്റെ ATM കാർഡ് അടക്കമുള്ളവ ഇത്തരം തട്ടിപ്പ് സംഘത്തിന് കൈമാറുക എന്നുള്ളതാണ്. അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് ആ വിദ്യാർത്ഥിക്ക് 25,000 രൂപയായിരിക്കും ലഭിക്കുന്നത്. കൂടാതെ ചില ആളുകൾ ATM കാർഡ് കയ്യിൽ വെച്ച് സ്വന്തമായി പണം എടുത്തു നൽകുമ്പോൾ 2,000 രൂപ വരെ പണമായിട്ട് നൽകാറുണ്ട്. അങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിലേക്ക് ആളെ എത്തിച്ചു കൊടുത്ത 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മിഷാപ്പും ഒപ്പം തന്നെ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന മറ്റൊരാളും. എന്തായാലും ഈ 2 പേരെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് 30ഓളം അക്കൗണ്ടുകൾ ഇവർ എടുത്തു നൽകിയിട്ടുണ്ടെന്ന് പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും. ആ 30ഓളം അക്കൗണ്ടുകളിലേറെയും വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളാണ്, വിദ്യാർത്ഥികൾ എടുത്തു നൽകിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ 1 വർഷമോ 1.5 വർഷമോ മുൻപ് എടുത്തു നൽകിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ആ വിദ്യാർത്ഥികൾ ഈ അക്കൗണ്ടിനെ കുറിച്ച് ഓർത്തിരിക്കണമെന്ന് പോലുമില്ല. 5,000 രൂപ മുതൽ 25,000 രൂപ വരെ പ്രതിഫലമായി കിട്ടുമ്പോൾ ആ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓരോ വിദ്യാർത്ഥിയും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ എടുത്തു നൽകിയിരുന്നു. പക്ഷേ ഈ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പ് സംഘമാണ്. ഈ ഡിജിറ്റൽ അറസ്റ്റിൽ 4 കോടി രൂപയോളം എത്തിയിരിക്കുന്നതും ഇത്തരത്തിൽ എടുത്തു നൽകിയിട്ടുള്ള 30ഓളം അക്കൗണ്ടുകളിലേക്കാണ്. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ആരാണോ ഈ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവരിലേക്ക് പോലീസിനെത്താൻ കഴിയുന്നില്ല. കാരണം അവർ രാജസ്ഥാൻ, ബീഹാർ, ഒറീസ തുടങ്ങിയ അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ കണ്ണികളിലേക്ക് എത്താൻ ഇനിയും നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി, കൊച്ചിയിൽ നിന്ന്.